ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായാലും നമ്മൾ ഡെയിലി വ്ളോഗ് സീരീസ് എല്ലാം കണ്ടിട്ട്, അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗ് സീരീസാണ്. അപ്പോൾ വൺ ഡേ അല്ല, സൺഡേ മൺഡേ മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് സൺഡേൻ്റെ വീഡിയോ. അപ്പോൾ സൺഡേ എൻ്റെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കട്ട്പ്പുറത്ത് വെച്ചിട്ട് അതെന്തായാലും NSSൻ്റെ പ്രോഗ്രാം ഉണ്ടായി, ബീച്ച് ക്ലീനിങ് എന്നിട്ട് കോയിപ്പാടി ബീച്ചിലാണ് ഇത് നമ്മൾ ക്ലീൻ ആക്കാൻ പോയത്. അങ്ങനെ NSSൻ്റെ പിള്ളേരെല്ലാം പോയിട്ടുണ്ടായി, ഒരു 18 ആളെന്തോ ഉണ്ടായി. അങ്ങനെ ആ ഡേ 9 മണിക്ക് സ്കൂളിലേക്ക് എത്തായാലും ഞാൻ എണിച്ചത് തന്നെ 9:30 മണിക്കായതുകൊണ്ട് ഞാൻ എന്താക്കി, സാറിൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു, രാമ സാറിൽ നേരെ കോയിപ്പാടിക്ക് ബീച്ചിക്ക് തന്നെ ബന്നം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണിയാകുമ്പോൾ അടുത്തേക്ക് എത്തിയിട്ടാകുമ്പോൾ എന്നെ ഒരു ക്ലീനിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം ആക്കി ക്ലീൻ ആക്കുമ്പോൾ എന്തോ വീഡിയോ എടുക്കാൻ എന്തോ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ക്ലീനിങ്ങിൽ തന്നെ ഉണ്ടായി. അങ്ങനെ അതെല്ലാം ആയിട്ട് കട്ട്പ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ കാലിൽ തണ്ണിക്ക് കാലിടാത്ത നമ്മൾ പോകുന്നതെന്ന് എലിറ്റ് കുറേ നേരം അവിടെ കളിച്ചിട്ടും നല്ല പങ്കുണ്ടായി. കാലത്ത് തന്നെ ഒരു വെയിലെന്തും ഉണ്ടായിട്ടാ. അങ്ങനെ റിതേശയുടെ ഒപ്പെല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ നാളായിട്ട് സൈനെല്ലാം ഇടണോ, സൈൻ ഇട്ടിട്ടായിട്ട് പിന്നെയും അങ്ങനെ പോയി കളിക്കാനെല്ലാം ആയിട്ട് ഇവിടെ ഇപ്പുറത്തെ സൈഡിടെ റണ്ണിങ് റേസ് എല്ലാം കളിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു മോർണിംഗ് ആയിരുന്നു. വെയിലുണ്ടായിനെങ്കിൽ കത്തിരിക്കരിക്കട്ടാട്ടി അങ്ങനെ ആട്ടി. അതിനകത്തിടെ വീഡിയോ എടുക്കുന്നതിലും ചെയ്തൻ ഓടിച്ചാടി മറിയുന്നുണ്ട് അപ്പുറത്ത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ NSSൻ്റെ എന്തെങ്കിലും പണിയെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ടായിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടൈം. നമ്മൾ ഇങ്ങനെ ബച്ചിട്ടെല്ലാം വരുമ്പോൾക്ക് റിഫ്രഷ്മെൻറ്റിനായിട്ട് കുറച്ച് സാധനങ്ങൾ തരുമോ തിന്നാൻ. അങ്ങനെ നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത് ചായയും ബേക്കാച്ചിയും. ഞാൻ ചായ മേങ്ങിയിട്ട് ബേക്കാച്ചി മാത്രം ഒന്ന് അങ്ങനെ നല്ല ബേക്കാച്ചി തന്നെ. അങ്ങനെ അതെല്ലാം കുടിച്ചിട്ട് ഓർക്ക് വീഡിയോ എടുക്കാനെങ്കിൽ സബൂറില്ല പിടിച്ചിട്ട് അതിൻ്റെ. അങ്ങനെ ബേക്കാച്ചിയും ചായയെല്ലാം കുടിച്ചിട്ട് അടുത്ത ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടായിട്ട് എല്ലായി ക്ലീനിങ്ങുമായി ചായയും കുടിച്ച് ഫോട്ടോ എടുത്ത് വെള്ളത്തിലും കളിച്ച് എല്ലാം ആയിട്ടായിട്ട് നമ്മതാ എല്ലാവരും പോകുന്നുണ്ട്. ഒരു 9 മണിക്ക് തുടങ്ങിയിട്ട് 11:30 ആകുമ്പോഴേക്ക് തീർന്നു. അവിടെ ഭയങ്കര ക്ലീനില്ലാതെല്ലാം ഉണ്ടായി. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞത്രയെല്ലാം ക്ലീൻ ആക്കിയിട്ട് നേരെ പോയി. പിന്നെ നേരെ പോയത് അവിടെ ബീച്ചിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറം ഒരു പുര ഉണ്ടായി. ആടെ ഞാൻ നടക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടായി അടുക്ക് പോകണമെന്ന് നിലറ്റി. അത് അടുത്ത ബീച്ച് ചെല്ലിങ് തീരില്ല. നിങ്ങൾ നോക്കുക, അത്ര ചേലുണ്ട് അടുത്ത ഒരു നോക്ക് ഫുള്ള് പ്ലാൻസ് ആക്കിയിട്ട് വെച്ചിന്. അങ്ങനെ അവിടെ നോക്കാൻ നിന്നിട്ട് പോയിട്ട് നോക്കുമ്പോഴേക്കുണ്ട് ഉമ്മടെല്ലാം മുണ്ടിയിട്ടാകുമ്പോൾ അതെൻ്റെ ഫ്രണ്ടിൻ്റെ പോരാഞ്ഞ്. അങ്ങനെ ഓളോടെല്ലാം മുണ്ടിയിട്ട് ബിയ വന്ന് കുറേ സമയം നിൽക്കാൻ കഴിഞ്ഞിട്ടാണ് സെറലീന് ബിയ പൊരിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബിയ പോയി. അത്ര പാങ്ങുണ്ടാടെ എല്ലാ പുരൻ്റെ 4 സൈഡും ഫുള്ള് ചെടി നട്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് വീഡിയോ എല്ലാം എടുത്ത് ഞാൻ ഉമ്മക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് എല്ലാം നോക്കാൻ. ചെടി കൊണ്ട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പുര കാണുന്നില്ല, അത്ര ചെടിയുണ്ട്. മാഷാഅല്ലാഹ് നല്ല പാങ്ങുണ്ട്, നോക്കിയും തീരല. അങ്ങനെ നമ്മൾ വന്ന് ഇടയിൽ ഡോറെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. ക്യാമറമാൻ നിഷ്മിത എല്ലാം ഫോട്ടോ എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു. പിന്നെയും ഇത് കുമ്പളൻ്റെ അതിലെ ഇടയിലായിട്ട് നമ്മൾ വന്നിനത്, റെയിൽവേ സ്റ്റേഷൻ്റെ അതിലെ. അങ്ങനെ റെയിലും കടന്ന് സ്റ്റേഷൻ്റെ അതിലും പോയിട്ട് നമ്മൾ നേരെ ഇടുന്ന് കുമ്പള ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നിട്ട് ആടുന്ന് ബസ് കയറിയിട്ട് പോകാന്നിട്ട് അങ്ങനെ എല്ലാവരും ഒക്കത്തെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അങ്ങനെ മാഷിക്ക് കുറച്ച് ബുക്ക് ഇതെല്ലാം മേങ്ങണമെന്ന് വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഓളൊക്കത്തെ പോയിട്ട് വരുമ്പോൾക്ക് ബച്ചി നടന്നിട്ട് അങ്ങനെ നമ്മൾ ഫ്രൂട്ടിയും കുടിച്ച് അങ്ങനെ ആ ഡേ തീർന്നു. അതിന് പിന്നെ എന്തുണ്ടായിട്ട് ആ ഡേ ഇത് നെക്സ്റ്റ് ഡേ മൺഡേ ആയിരുന്നു ഇത്. അങ്ങനെ മൺഡേ കാലത്ത് തന്നെ എണിച്ചിട്ട് സ്റ്റിക്കറിൻ്റെ എല്ലാം ഫോട്ടോ എല്ലാം എടുക്കാനുണ്ടായി. അങ്ങനെ അതിൻ്റെ തന്നെ ഫോട്ടോ എടുത്ത് വന്നിട്ട് പോവാനുണ്ടായി എടുക്കുന്നില്ലെങ്കിൽ എൻഗേജ്മെൻറ്റിന്, അത് മാമാൻ്റെ അങ്ങോട്ട് സൈഡ് ആടാവൻ. അങ്ങനെ ആടെ എൻഗേജ്മെൻറ്റിന് പോയിട്ട് ഫസ്റ്റ് നേരെ മാമാൻ്റെ അടുക്ക് പോയി, എന്നിട്ട് ആടുന്ന് നേരെ എടുക്ക് പോയി. അങ്ങനെ ആടെ പോയിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് എല്ലാം ഇട്ടിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ മെയിൻ ഫുഡ് ഐസ്ക്രീം തിന്ന്, മൈസൂർ പാക്ക് തിന്ന്. അങ്ങനെ വരുമ്പോഴേക്ക് പിന്നെയും ഐസ്ക്രീം തിന്ന്. അങ്ങനെ നേരെ ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വന്നു മമ്മീൻ്റെ അവിടെ വന്നിട്ട് കുറേ പണിയെല്ലാം ഉണ്ടായി അവിടെ അപ്പുറത്തെ. അങ്ങനെ പണിയെല്ലാം ആയിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുമ്പോഴേക്ക് ഒരു ലാവായിന്. പൊരക്കെത്തുമ്പോഴേക്ക് ഒരു 9:30 മണി എന്തോ അതിന്. അങ്ങനെ ഭയങ്കര ലേറ്റായിന് അവിടെ നിന്ന് എത്തുമ്പോഴേക്ക് കുറേ പണിയുണ്ടായി. അങ്ങനെ അതെല്ലാം ആയിട്ടിട്ട് നമ്മൾ നേരെ മൊഗ്രാൽക്ക് പോകുന്നതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.